മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ലോഹഭാഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്താണ് തിരച്ചിൽ. ഗ്യാസ് ടാങ്കറിന്റെ എഞ്ചിനും ടയറും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി തെരച്ചിൽ നടത്താനുള്ള സ്ഥലങ്ങളിൽ അർജുന്റെ ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറിയിലെ ലൈറ്റ് റിഫ്ലക്ടറിന്റെ ഭാഗം കിട്ടിയത് നിർണായക വഴിത്തിരിവായാണ് കാണുന്നത്. ലോഹ സാന്നിധ്യം ശക്തമായി കണ്ടെത്തിയ സ്ഥലങ്ങളിലായിരിക്കും ഇനി പരിശോധന നടക്കുക. കാലാവസ്ഥ പ്രതികൂലമായാൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. അതല്ലാതെ ഏത് സാഹചര്യത്തിലും ദൗത്യം നിർത്തില്ലെന്നും കാർവാർ SP നാരായണ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കാണാതായിട്ട് 70 ദിവസം പിന്നിടുമ്പോൾ കാലാവസ്ഥ കൂടി പരിഗണിച്ച് മാത്രമേ ഡ്രഡ്ജിങ്ങും തെരച്ചിലും നടത്താൻ സാധിക്കൂ. ഗംഗാവലിപ്പുഴയുടെ തീരമേഖലയിൽ അടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇത് തിരച്ചിലിനെ ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട്. മഴ കനത്താൽ പുഴയുടെ ഒഴുക്ക് കൂടുന്നതും കലങ്ങുകയും ചെയ്യുന്നത് ഡ്രഡ്ജിങ്ങിനും ഡൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സമാണ്. ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ മണ്ണിടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചേക്കും. ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഡ്രഡ്ജിംഗ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകി. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടർ കണ്ടെത്തിയത് വഴിത്തിരിവായിരുന്നു. തിരച്ചിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്നും മഴ കണക്കിലെടുത്ത് താൽക്കാലികമായി മാത്രം നിർത്തുകയാണെന്നും അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട്. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിലും പറഞ്ഞു. നാവികസേന കൂടി എത്തിയതോടെ കൃത്യമായ ഏകോപനത്തോടെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ കോർഡിനേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. രാവിലെ ആദ്യ കോർഡിനേറ്റിൽ പരിശോധിച്ചപ്പോൾ മണ്ണിടിച്ചിൽ പുഴയിൽ വീണ ഇലക്ട്രിക് ടവറിന്റെ ഭാഗങ്ങൾ കിട്ടി. പിന്നീട് രണ്ടാം കോർഡിനേറ്റിൽ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റിൽ പരിശോധിച്ചപ്പോഴാണ് അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറിന്റെ കെട്ടും പിന്നീട് കുറച്ച് അക്കേഷ്യ മരത്തടികളും കിട്ടിയത്. മറ്റ് ചില ലോഹഭാഗങ്ങളും ടയറും കിട്ടിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് വ്യക്തമായി. വഴിത്തിരിവായത് പിന്നീടുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ ഒരു ലോഹഭാഗമാണ്. അർജുന്റെ ലോറിയുടെ പിൻഭാഗത്ത് ലൈറ്റ് റിഫ്ലക്ടറായി ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് കമ്പിയുടെ ഭാഗം ലോറിയുടെ RC ഉടമ മുബീൻ തിരിച്ചറിഞ്ഞു. നടപടികൾ തൃപ്തിയെന്ന് ഡ്രഡ്ജറിൽ പോയി തിരച്ചിൽ നേരിട്ട് കണ്ട അഞ്ജുവും ഭർത്താവ് ജിതിനും ലോറി ഉടമയും പറഞ്ഞു. അതേസമയം മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഗംഗാവലിപ്പുഴയിൽ സ്ഫോടനമുണ്ടായെന്ന പ്രചരണം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്നും ഇലക്ട്രിക് ടവറും ഗ്യാസ് ടാങ്കറും ഉൾപ്പെടെ പുഴയിൽ പതിച്ചപ്പോൾ നേരിയ സ്പാർക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നും കാർവാർ SP നാരായണ വ്യക്തമാക്കി.